അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഇതാ ഇന്ന് ഫ്രൈഡേ മോർണിംഗ് ഞാനും മാതിൽക്കും കൂടെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ വലിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ സോഫയിലേക്ക് ഒരു കവറ് വാങ്ങാനായിരുന്നു കേട്ടോ പോയത്. പോയ ഉടനെ തന്നെ അതാ നല്ല മാച്ചുള്ളൊരു കളറ് കിട്ടി കേട്ടോ. ഗ്രേ കളറായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. ഈ ഒരൊറ്റ ഡിസൈൻ ഇവിടെ ഈ കളറിലുള്ളായിരുന്നു. അതുകൊണ്ട് വേഗം സെലക്ട് ആക്കി. പിന്നെ മെഷറൊക്കെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തു വന്നതായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട് ചെയ്ത് വാങ്ങിച്ചു. ഈ സെക്ഷനിൽ മൊത്തമായിട്ട് ബെഡ്ഷീറ്റ്, കാർപ്പറ്റ്, മാറ്റ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. അങ്ങനെ ഇതവിടെ മാറ്റ് കണ്ടപ്പോൾ അത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതും ഗ്രേ കളറാണ് കേട്ടോ നോക്കുന്നത്. വീട് മൊത്തം ഒരു ഗ്രേ ടച്ച് ആയതുകൊണ്ട് തന്നെ എന്ത് സാധനം ചൂസ് ചെയ്യുമ്പോഴും ഞങ്ങൾ ഗ്രേ കളറാണ് നോക്കൽ. പലപ്പോഴും ഒന്ന് മാറ്റി പിടിച്ചാലെന്നൊക്കെ വിചാരിക്കും കേട്ടോ. എന്നാലും ആ ഒരു കളറിലോട്ട് തന്നെയാണ് കണ്ണു പോവുക. അതാ മാറ്റും കിട്ടിയിട്ടോ. അങ്ങനെ വേഗം പിന്നെ വന്ന് ബില്ല് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വൈറ്റ് ക്രോക്കറിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഇവിടുന്ന് ഹാങ്ങർ കിട്ടി. പിന്നെ ഇതാ ചപ്പൽ സ്റ്റാൻഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 സ്റ്റാൻഡ് വരുന്നത് 4 സ്റ്റാൻഡ് വരുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 1-2 മോഡൽ എടുത്ത് നോക്കി. ഇത് പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. സ്റ്റീലിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ പ്ലാസ്റ്റിക് മതിയെന്ന് വിചാരിച്ചു. ഗ്രേ കളറിലുള്ള ഈ ചപ്പൽ സ്റ്റാൻഡിലേറെ ഇഷ്ടമായതും മറ്റേ മോഡലായിരുന്നു കേട്ടോ. അതാണെങ്കിൽ ഗ്രേ കളർ ഇല്ലായിരുന്നു. അങ്ങനെ ആ ടൈപ്പിലുള്ളത് 4 സ്റ്റാൻഡ് വരുന്നതാണ് ഞങ്ങൾ സെലക്ട് ആക്കിയത്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. എന്നെ ഇറക്കിയിട്ട് അതിൽക്ക് വേഗം പള്ളിയിലും പോയി. ഇനി ഇതാ കവറൊന്ന് സോഫയിൽ വിരിച്ച് നോക്കട്ടെ. അതാ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കവറൊക്കെ ഇട്ട് നോക്കി. പിന്നെ സോഫ അങ്ങനെ കാണുന്ന ഭംഗി എന്തായാലും ഇല്ലായിരുന്നു കേട്ടോ ഇത് വിരിച്ചിട്ടിട്ട്. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ കയറി ഇരിക്കുന്നതല്ലേ, അപ്പോൾ അത് വിരിച്ചില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ അതാ ഈ മാറ്റ് ഹാളിലാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാറ്റ് തന്നെയായിരുന്നു.
പിന്നെ അതിലൊക്കെ പള്ളിയിലൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി സ്റ്റാൻഡ് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. നാല് റാക്കുകൾ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലോണം ചപ്പലൊക്കെ ഇതിൽ വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് 1-2 സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. എനിക്കൊരു ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്യാണ്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈദിൻ്റെ ടൈമിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ. അതൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഇവിടെ ബ്രില്യൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ച് ഫ്ലവറും ബോക്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതും കൂടെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ബില്ല് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇനി ഞാൻ ഹാമ്പർ സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതിലേക്ക് വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസുകൾ കാണിച്ചു തരാം. ഇതൊരു ക്യൂട്ട് റാബിറ്റിൻ്റെ ലാമ്പാണ്. ഈ റാബിറ്റ് നല്ല ഭംഗിയാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി, നല്ല ഇഷ്ടപ്പെട്ടു. ഇതിന് കൂടെ ഒരു ചാർജർ വരുന്നുണ്ട്. ഇത് 200 സംതിങ് ഇതിന് വരുന്നുള്ളൂ കേട്ടോ. മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ മെല്ലെ ഒന്ന് തട്ടിക്കൊടുത്താൽ ഇതിങ്ങനെ കളറ് ചേഞ്ച് ആവും. ഇതായൊരു ബോക്സ് ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്ലവർ ബഞ്ച്, പൊക്ക ഷീറ്റ്, ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു സ്റ്റിക്കർ, അത്ര ഐറ്റംസ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കസ്റ്റമറിൻ്റെ ബഡ്ജറ്റ് ചോദിച്ചിട്ട് അതിനനുസരിച്ചാണ് കേട്ടോ ഈ ഐറ്റംസ് ഒക്കെ വാങ്ങുക. ഇത് പീരീഡ്സ് കിറ്റാണ്. ഇതും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഇതാണ് കേട്ടോ ഡ്രസ്സ്. ഇത് ഇതിൻ്റെ ടൈമിൽ ഞാനും ഉമ്മയും കൂടി പോയി പർച്ചേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. കസ്റ്റമറിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിട്ട് അവർ സെലക്ട് ആക്കിയതായിരുന്നു. ഈ ഡ്രസ്സ് വാങ്ങാൻ പോയത് ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊരു വാച്ചാണ് കേട്ടോ. ഇതൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് സെലക്ട് ആക്കിയതാണ്.
ഇതൊരു ഫോട്ടോ കീ ചെയിനാണ്. ഇതിൽ ആ പെൺകുട്ടീൻ്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. ഇത് നൈറ്റിലാണ് ഈ ഫോട്ടോ നല്ല ക്ലിയർ ആയിട്ട് കാണുക. ഇതും ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. പിന്നെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചോക്ലേറ്റ് ആയിട്ട് സ്നിക്കേഴ്സും ഡയറി മിൽക്കും വെക്കണം എന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതും കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഇത് ഇയർ റിങ്സ് ആണ്. ഇത് ഡ്രസ്സ് വാങ്ങിയ ടൈമിൽ വാങ്ങിയതാണ്. 2 ജുംക്കയായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് അത്തറാണ്. മസ്കിൻ്റെ റിജാൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അത്തറാണ്. നല്ല മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ്. ഒരുപാട് സമയം ലോങ് ലാസ്റ്റ് ചെയ്യും. ഇത് വാങ്ങിയത് കോട്ടക്കലിൽ നിന്ന് ഒരു ഷോപ്പാണ് കേട്ടോ. ഈ ഷോപ്പ് ചോദിച്ചറിഞ്ഞ് അവിടെ പോയിട്ട് നമ്മൾ വാങ്ങിയതാണ്. അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്തതാണ് കേട്ടോ ഈ ഒരു വർക്ക്. എന്നാൽ കസ്റ്റമർ നല്ല സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ടെൻഷൻ ഇല്ലാതെ എല്ലാ വർക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അവർ കസ്റ്റമർ പറഞ്ഞ സ്ഥലത്ത് അവരുടെ പാർട്ണറിന് എത്തിച്ചു കൊടുക്കാൻ പറ്റി. കസ്റ്റമറും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ഇതായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക്. ഒരുപാട് സമയം പല രീതിയിൽ വെച്ച് നോക്കി അവസാനം ഇതുപോലെയാണ് സെറ്റ് ചെയ്തെടുത്തത്. ഇതാ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു സ്റ്റിക്കറും കൂടി ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. പിന്നെ ഇതാ ഹാപ്പി ബർത്ത്ഡേ എന്നും ചെറിയൊരു രീതിയിൽ കോഡ്സൊക്കെ എഴുതിയിട്ടുള്ള ഒരു കാർഡ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിൽ വെക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ഇൻസ്റ്റാ പേജിൻ്റെ ലോഗോയും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ലോഗോ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരു ബ്ലാക്ക് കളറിലായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാനും ഉമ്മയും കൂടെയാണ് കേട്ടോ ഇത് കൊണ്ടു കൊടുക്കാൻ പോകുന്നത്. പിന്നെ അതാ കസ്റ്റമർ ഒരു സ്നിക്കേഴ്സ് കേക്കും വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ കസിന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളെ കയ്യിൽ നിന്നാണ് കേട്ടോ അത് ഓർഡർ ആക്കിയത്. അവളെ കേക്കൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ അവൾക്കൊരു ഓർഡറും കിട്ടിയല്ലേ. അപ്പോൾ അങ്ങനെ അവളെ കയ്യിൽ നിന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൊക്ക ഫ്രഷ് ഫ്ലവർ വെച്ചിട്ട് തന്നെ ചെയ്യണമെന്ന്. അങ്ങനെ ഉമ്മ വന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രഷ് ഫ്ലവർ വാങ്ങാൻ. ഉമ്മ അത് മറന്നു പോവുകയും ചെയ്തു. പിന്നെ ഈ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫ്രഷ് ഫ്ലവർ വാങ്ങിയിട്ട് ഓട്ടോയിൽ നിന്ന് സെറ്റ് ചെയ്തതാണ് ഈ ബൊക്ക. പിന്നെ ഒരു ബുക്കും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കിട്ടിയില്ല. പിന്നെ അതും ഒരു ഷോപ്പിൽ കയറിയിട്ട് അങ്ങനെ വാങ്ങിയിട്ട് അതും ഹാമ്പറിൽ സെറ്റ് ചെയ്തു. അങ്ങനെ കൊണ്ടോട്ടിയിലാണ് കേട്ടോ അത്. അത്യാവശ്യം ലോങ് ഉണ്ട്. അങ്ങനെ ഞാനും ഉമ്മയും പോയി. കസ്റ്റമറും ഹാപ്പി, ഞാനും ഹാപ്പി. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക്. അവരുടെ നല്ല വാക്കുകളൊക്കെ കേട്ടപ്പോൾ നമ്മൾ ഇതുവരെ എഫേർട്ട് എടുത്തതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.